മലയാളികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് മോഹൻലാലിൻ്റേത്. മികച്ച സിനിമകളിലൂടെയും കഥാപാത്രങ്ങളുടെയും അദ്ദേഹം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. നിരവധി പ്രതീക്ഷയുണർത്തുന്ന സിനിമകളാണ് ഇനി നടൻ്റേതായി പുറത്തിറങ്ങാനുള്ളത്. അതിൽ ആദ്യത്തെ സിനിമയാണ് ഫാന്റസി പീരീഡ് ചിത്രമായ ബറോസ്. മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്ന സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യ ചിത്രമായിട്ടായിരിക്കും എന്നതും പ്രത്യേകതയാണ്. മോഹൻലാൽ പാടുന്നുവെന്നതും ചിത്രത്തിന്റെ ആകർഷണമായിരിക്കുകയാണ്. മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേതെന്നാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായവും. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പൊന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം 3Dയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് 100 കോടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് മോഹൻലാൽ നായകനെന്ന ഫാന്റസി ചിത്രമായിരിക്കും ബറോസ്. മോഹൻലാലിൻ്റെതായി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയിരുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എന്നും ചർച്ചയായി മാറിയ തുടരും സംവിധായകൻ തരുൺ മൂർത്തി വെളിപ്പെടുത്തി. നായകൻ മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലായി പുറത്തുവിട്ട് ശ്രദ്ധ ആകർഷിച്ചിരുന്നു. മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നതും ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലുള്ള തുടരും സിനിമയുടെ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്.